ഇന്നുണ്ടല്ലോ ഞാൻ എൻ്റെ ഒരു മിനി കോർണർ സ്പേസ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഇവിടെ നിന്നാണ് ഞാൻ ക്രാഫ്റ്റ്സൊക്കെ അധികം ഇവിടെ നിന്നാണ് ചെയ്യാറ്. ഇത് കൂടാതെ എനിക്ക് വേറൊരു ഫേവറേറ്റ് കോർണറും കൂടി ഉണ്ട്. അത് ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് റിവീൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ ഞാൻ ഇതിലുള്ള എല്ലാ ഐറ്റംസും എടുത്ത് മാറ്റുന്നുണ്ട്. ഈ ടേബിൾ എപ്പോഴും മെസ്സായിരിക്കും, അതുകൊണ്ട് തന്നെ കുറേ ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് മാറ്റുക ചെയ്യുന്നത്. ടേബിൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫെയർ ക്ലോത്ത് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്ത് തട്ടുന്നുണ്ട്. കുറേ ഡസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. ഞാൻ കുറേ ഇതെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഈ സ്റ്റോറേജ് ബാഗ്സിന് ചെറിയൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് കിച്ചണിലേക്ക് മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെക്കാൻ വാങ്ങിയതായിരുന്നു. ബട്ട് ഇത് നല്ലതിലേക്ക് ഹെൽപ്പ് ആവാത്തതുകൊണ്ട് ഇത് ഞാനെടുത്ത് എൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ തുടങ്ങി. അങ്ങനെ ഇട്ട് വെച്ചതാണ് ഈ ഒരു ക്ലേ ചാംസ്. ഞാൻ ഫസ്റ്റ് ടൈമായി ക്ലേ വാങ്ങിയതും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. അതാണ് ഈ ഐറ്റംസൊക്കെ. പിന്നെ ഞാൻ ആ ക്ലേ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞതാണ് സത്യം. കുറേ ഞാൻ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്, കുറേ ഞാൻ പെയിൻ്റ് അടിക്കാൻ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളാണ് ഇത്. ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറേ മുമ്പ് വാങ്ങിയതാണ്. ബട്ട് ഇത് നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഇതിലധികം എൻ്റെ സിസേഴ്സാണ് ഉള്ളത്. എനിക്ക് കുറേ സിസേഴ്സ് ഉണ്ട്, ബട്ട് ഒന്നും അത്ര യൂസ്ഫുൾ ഒന്നുമില്ല. പിന്നെ ഞാൻ ജെൻറ്റാഗിളിൻ്റെ ഉപയോഗിക്കുന്ന പെൻസൊക്കെ ഇതിലാണ് വെക്കല്. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതാ ഞാൻ അത്യാവശ്യം യൂസ് ചെയ്യുന്ന സ്കെച്ചൊക്കെ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യാത്ത കുറച്ച് സ്കെച്ചൊക്കെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്ത സ്കെച്ച് ആയതുകൊണ്ട് ഇത് പൗച്ചിൽ തന്നെ ഇട്ടിട്ട് ഞാൻ ഷെൽഫിൽ വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതാ എൻ്റെ എല്ലാ ഷോർട്ട് വീഡിയോസിലും കാണുന്ന 2 ക്യൂട്ട് ക്രോഷ്യ ഐറ്റംസ് ആണ്. അത് ആ സൈഡിലും കൂടി കൊണ്ടുപോയി. ഇതാ എൻ്റെ ഫേവറേറ്റ് ജങ്ക് ജേർണൽ ബുക്ക്, അതും ഞാൻ ഷെൽഫിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഇതിൻ്റെ മുകളിൽ കുറേ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ സിസ്റ്ററിൻ്റെ ടെസ്റ്റൊക്കെയാണ്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അത് അവിടെ തന്നെയാണ് വെക്കുന്നത്, ബട്ട് എല്ലാം ഒന്ന് നേരിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഫൈനലി നമ്മളെ ക്ലീനിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് കണ്ടോക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കണ്ട. ബൈ.